പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എല്ലാത്തിനും സിംഗിൾ റേറ്റ് അല്ലെ. അതായത് ഇതില്ലാണ്ട് ഇത് കൾച്ചർ ചെയ്യാൻ അറിയാത്തവൻ ഫിഷ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ ഇത് നമ്മുടെ വെള്ളത്തിൽ സെറ്റ് ആയാലേ അവിടെ ഫിഷ് നിലനിൽക്കുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനുള്ളത് ഇപ്പോൾ ചെറുപ്പളശ്ശേരി MS കിപ്പി ഫാമിലാണ്. അതെവിടെയാണ്, എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഓണറായിട്ടുള്ള മണികണ്ഠേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. ഇതിന്റെ ബ്രീഡർ ആയിട്ടുള്ള മണികണ്ഠേട്ടനാണ്. നമസ്കാരം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഫാം എവിടെയാണ്, അതുപോലെ തന്നെ എന്താ പറയാ, ഏതൊക്കെ വെറൈറ്റി എത്ര കൊടുക്കാനുണ്ട്, അത് ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മളെ ഈ ഫാം സ്ഥിതി ചെയ്യണത് ചെർപ്പളശ്ശേരി പറഞ്ഞ സ്ഥലത്ത്, കരിമാനാംകുറിശി പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടേക്ക് വരുന്ന ഫാമിൽ. പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ 2-3 വഴികളുണ്ട് ഇവിടെ. ഒന്ന് മാങ്ങോട്ട് നിന്ന് വരാം, അതൊരു 5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നുള്ള വഴി. പിന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് കാറമണ്ണയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. പിന്നെ ചെർപ്പളശ്ശേരി ടൗണിൽ നിന്ന് 3.5 കിലോമീറ്റർ ആണ്. അങ്ങനെയാണ് ഇതിന്റെ. നമുക്കിപ്പോൾ ഇതിന്റെ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട്. MS കിപ്പി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കിട്ടും. ഒരുപാട് ലൊക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഫിഷുകൾ ചെയ്യുന്ന ഒരു ഏകദേശം ഒരു 26 വെറൈറ്റീസ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉള്ളതും ചെയ്തുകൊണ്ടിരിക്കണം. കൂടുതൽ 36 ഐറ്റംസ് ഉണ്ട്, പക്ഷെ അതിൽ കുറച്ച് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്കൊരു 26 ഐറ്റംസുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതിലിപ്പോ നമുക്ക് കുറച്ചൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉണ്ട്, എന്നാലും കുറേശ്ശൊക്കെ കൊടുക്കാണ്ടാവും. ഏകദേശം എത്ര വർഷമായി ഇപ്പൊ? ഏകദേശം ഒരു 9-10 വർഷത്തോളായിട്ടുണ്ടാവും ഇതിലേക്ക് ഏകദേശം ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട്. കോവിഡിന്റെ മുന്നേ കോവിഡിനൊക്കെ മുന്നേ ഇറങ്ങിയത്. അന്നൊക്കെ നല്ല കത്തി കയറിയ ഒരു സമയമായിരുന്നു. ഗപ്പി ബിസിനസ് അന്ന് അത് ആർക്കും ചെയ്തിരുന്നില്ല. ഇപ്പൊ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുന്നുണ്ട്, അത് കുറെ ആൾക്കാർ നിർത്തിപ്പോയി. എന്താ കാരണം വെച്ചാൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ല പണിയാണ്. അത് പണി എടുക്കാൻ വയ്ക്കണവർക്ക് തന്നെ ഇതിൽ വന്ന് നിൽക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു ക്രൈസും കൂടി വേണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വിശേഷങ്ങളായിട്ടൊന്ന് പോവാം. വെറൈറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന് ആദ്യം തന്നെ ഇവിടെ എങ്ങനെയാ കൊറിയർ കാര്യങ്ങള്? കൊറിയർ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ, നമ്മൾ എല്ലാവർക്കും കൊറിയർ ഉണ്ട്. ചില സ്ഥലത്തുകൾക്ക് നമുക്ക് കൊറിയർ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. ഈ പ്രൊഫഷണൽ കൊറിയറുകൾ അയച്ചിട്ട് കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടേക്കൊക്കെ ഒരുപാട് ദിവസങ്ങൾ വഴുകുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാറില്ല. ബാക്കിയെല്ലാം നമുക്ക് സ്ഥലത്ത് കേരളത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇന്ന് അയച്ച നാളെ കിട്ടും. പിന്നെ ബാംഗ്ലൂർ, അങ്ങനെ കൊച്ചി, ഇവിടേക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഹൈദരാബാദ്, ഇവിടേക്കൊക്കെ നമ്മൾ അയക്കാറുണ്ട്. കുറെ സ്ഥലത്തേക്ക് അയക്കാറുണ്ട്. മാക്സിമം ഒരു 7 ദിവസത്തിനുള്ളിൽ കിട്ടാവുന്ന എല്ലാ സ്ഥലത്തേക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും സിംഗിൾ റേറ്റ് ആണ്. അതായത് ഏത് വിഷയം എടുത്താലും സിംഗിൾ റേറ്റ് ആണ്. നമ്മള് റെഡ് ഇയർ കോയി, ആൽബിനോ റെഡ് ഇയർ കോയി എടുത്താലും 300-350 രൂപ വിലയുള്ള സാധനമായാലും ഇവിടെ 150 രൂപയാണ്. അതുകൊണ്ട് റേറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാത്തിനും ഏത് ഫിഷസ് എടുത്താലും 150 അല്ലേ? അപ്പൊ നമുക്ക് നേരെ ഫിഷിന്റെ വിശേഷങ്ങളെ കൊടുക്കാം. നമുക്ക് ആദ്യത്തെ വെറൈറ്റി ഏതാന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് നമ്മുടെ മിഗ്നൈറ്റ് ഡ്രാഗനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല സ്റ്റെബിലിറ്റി ഉള്ളതും സാധനമാണ്. അത്യാവശ്യം 100% സ്റ്റെബിലിറ്റി ഉള്ളതാണ്. എല്ലാത്തിലും ഇയറും വരും, അത്യാവശ്യം ചെറിയൊരു ഇയറും വരും. പിന്നെ അതിന്റെ പ്രിന്റും കറക്റ്റ് ആയിട്ട് നന്നായിട്ട് വരും. പിന്നെ അതിന്റെ ഫീമെയിലും കാണാൻ നല്ല ഭംഗിയുള്ള സാധനം. ഇത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് കിട്ടുന്നതും ഇവിടെ വന്ന് എടുക്കുന്ന ആൾക്കാർ കൂടുതൽ ഈ ഫിഷാണ്. നല്ല എൻക്വയറി കിട്ടും, നല്ല കാണാനും നല്ല ഭംഗിയാണ് കാണാനും. അതിന്റെ ടൈലാണ് മെയിൻ ആയിട്ട്. ടൈലാണ് നല്ല മെയിൻ. ബാക്കി എന്താ പറയുക, ഡ്രാഗൺ വെറൈറ്റിയിൽ പണ്ടത്തെ പ്ലാറ്റിനം മറ്റേ റെഡ് ഡ്രാഗൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു വെറൈറ്റി ഇറങ്ങിയതാണ്. ഞാൻ അത് ശേഷം ഇത് നിർത്തിയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയതാണ്. ആണല്ലേ? അല്ല, ഇത് നമുക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ അത്യാവശ്യം കൊടുക്കാനും ഒക്കെ ഉണ്ട് അല്ലേ? 3-4 തൊട്ടികൾ ഇഷ്ടം പോലെ. നമുക്ക് നല്ല അടുത്ത വെറൈറ്റി, ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് പ്ലാറ്റിനം കോയിയാണ്. പ്ലാറ്റിനം കോയി ഇത് നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയ ലൈനാണ്. പക്ഷെ നമ്മൾ ഈ പ്ലാറ്റിനം കോയി ഇതുവരെ കറക്റ്റ് ആയിട്ട് ആർക്കും സ്റ്റേബിൾ ആയിട്ടില്ല. സംഭവം ഇതുവരെ നമ്മൾ കുറെ ബ്രീഡേഴ്സ് പഠിച്ച 18 നോക്കുന്നുണ്ട്, സ്റ്റേബിൾ ആയിട്ടില്ല. ഇപ്പം എന്നാലും നമ്മൾ പഴയ ബ്രീഡിനേക്കാളും കൂടുതൽ നമ്മൾ ഈ ടാങ്കിലും ആ ഒരു സാധനം തന്നെ കിടക്കണം. അപ്പോൾ ഇത് ഒരു 50% നമുക്ക് പറയാൻ പറ്റില്ല. 50% ഞാൻ പറയാറുള്ളൂ എല്ലാവരോടും. എന്നാലും നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഒരു 100 കുഞ്ഞുങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അതിലൊരു 50 കുഞ്ഞുങ്ങളും
കോഴിയായിട്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കിട്ടും. പക്ഷെ അതിലിറങ്ങുന്ന പ്ലാറ്റിനം കോഴികൾക്ക് നല്ല കളർ കൂടുതലാണ്. കളർ കൂടുതലായിരിക്കും. മറ്റേ പ്ലാറ്റിനത്തിനേക്കാളും കളർ കൂടുതൽ, കളർ കൂടുതൽ, സെയിൽ ചെയ്യാനും നല്ല സുഖമാണ്. പക്ഷെ ഇയർ കമ്മിയായിരിക്കും. ഇയർ കമ്മിയായിരിക്കും അല്ലേ. ഇതിപ്പോ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള കുറച്ച് ആണ്. അപ്പൊ ഇപ്പൊ ഇറങ്ങിയതിൽ മറ്റേത് ഒരു 1-2 ബ്രീഡ് മാത്രമേ നമുക്ക് കോഴിയായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോ ഏകദേശം ഒരു പകുതിയോളം നമുക്ക് ആയിട്ട് കിട്ടും. അപ്പൊ കൂടുതൽ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ 2-3 തവണ ബ്രീഡ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ഇറങ്ങി വരുന്നുണ്ട്. ആണല്ലേ. കൂടുതലിട്ട് ബ്രീഡ് ചെയ്യണം, എന്നാലും അതിന്റെ ഭംഗി. നമുക്ക് അവിടെ കൊടുക്കാനില്ലേ? ഉണ്ട്, സാധനം നമുക്ക് അത്യാവശ്യം ഉണ്ട്. നമുക്ക് എങ്ങനെ പോലെ ഒരു 50 പേരോളം നമുക്ക് കൊടുക്കാനുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത വെറൈറ്റിയിലേ പോയാലോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വെറൈറ്റി, ഇത് മെറ്റൽ റോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈലാണ്. നല്ല ടൈല് തിക്നെസ് ടൈലും അത് വരുന്ന ഒരു ഫിഷാണ്. നല്ല ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ഇവർക്ക് നമുക്ക് ബ്രീഡിങ് സമയത്ത് ചിലപ്പോ ഒന്ന് ടൈല് കട്ട് ചെയ്തൊക്കെ വിടേണ്ടി വരും. ബ്രീഡിങ് സമയത്ത് അതായത് ഇതിന്റെ ടൈലിന്റെ വെയിറ്റ് ഭയങ്കര, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല തിക്നെസ്സിലാണ് വരാം. പണ്ട് മെറ്റൽ റെഡ് ലൈസിന് അത്ര ടൈല് പരന്ന ടൈപ്പ്. അന്ന് സിൽവർ ഇറങ്ങിയിരുന്നു. ഇപ്പൊ ഇതിൽ സിൽവർ ഒന്നും ഇറങ്ങില്ല, ഒറ്റ കളറിൽ. പക്ഷെ ഉള്ളത് സ്റ്റേബിൾ ആണ്. നല്ല സ്റ്റേബിൾ ആണ്. നല്ല ഒരു വെറൈറ്റി ഫിഷ് ആണ്. പിന്നെ ഇത് നമുക്ക് ഇപ്പൊ കൊടുക്കാനായിട്ട് ഒരു മാസം കൂടി കഴിഞ്ഞാലേ നമുക്ക് ഇത് സെയിലിനായിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുണ്ടാവും. അത് കുഞ്ഞുങ്ങളായി കിടക്കുന്നുണ്ട്. അവരുടെ ടൈലൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഇതെങ്ങനെ ടൈലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത്? അല്ല, നമ്മള് ഇപ്പൊ ചെറുത് തന്നെ നമുക്ക് ഒന്നിച്ചിട ചെയ്യാം, കൂട്ടത്തിലിട ചെയ്യാം. എന്താ വെച്ചാൽ നമ്മൾ മാറ്റിയിടില്ല. വലുതായി കഴിഞ്ഞാൽ അവന്മാർക്ക് ടൈല് കാരണം നമുക്ക് ബ്രീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവരിട്ട് കഴിഞ്ഞാൽ അവര് ഏകദേശം ലോഡാവും. അപ്പൊ കാലങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയിലേ പോലെ നമുക്ക് ഇത് വെറൈറ്റി ഏതാണെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ബ്ലൂ. നമുക്ക് അത്യാവശ്യം ലോങ് ബോഡിയാണ്. നല്ല കുഞ്ഞുങ്ങളധികം കഴിക്കില്ല. ഏത് തുടക്കക്കാർക്കും എടുത്ത് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റാണ്. നല്ല അത്യാവശ്യം എൻക്വയറി ഒക്കെ വരലുള്ള ഒരു ഫിഷ് തന്നെയാണ്. നമുക്ക് കണ്ടാൽ ബ്ലാക്ക് ആകും, പക്ഷെ ലൈറ്റ് അടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഡാർക്ക് ഇതാണ്, ബ്ലൂ ആണ് ഇലക്ട്രിക്കിന്റെ. കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ തീരെ കിട്ടാത്തതായിട്ട് ഒരു വെറൈറ്റിയും കൂടി ആയിരുന്നു. പിന്നെ അത് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫിഷാണ്. നമുക്ക് അധികം അക്വേറിയം ഷോപ്പുകളിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐഡിയ. തുടക്കക്കാർക്ക് പറ്റിയൊരു അതെന്താ വെച്ചാൽ ഒരു അസുഖവും ഇതിന് ബാധിക്കില്ല, ഒരുവിധം അസുഖങ്ങളൊന്നും ബാധിക്കില്ല. ഇവരായിട്ട് ഈ വാല് കടിക്കണ എന്താ കാരണം വെച്ചാൽ ഈ മറ്റേ തുമ്പിയുടെ ലാർവ ഉണ്ടാവും, ആ സാധനം വന്നാ വാല് കടിക്കും. ഇവരെ വാല് ലോങ് ആയതുകൊണ്ട് വാല് കടിക്കും. അവരാണ്. പിന്നെ കുഞ്ഞുങ്ങളെ കഴിക്കില്ല അവര്, ഇഷ്ടംപോലെ. പിന്നെ കുഞ്ഞുങ്ങള് പറഞ്ഞാൽ ഒരു 100-ലധികം കുഞ്ഞുങ്ങളുണ്ടാവും ഒരു ഫീമെയിലിന്ന്. അതാണ് അതിന്റെ മെയിൻ പ്രത്യേകത. അതാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. നമുക്ക് അടുത്ത വെറൈറ്റി, അടുത്ത ഒരു എന്താ പറയാ വെറൈറ്റിയിലേക്ക് പോവാം. ഇത് നമ്മുടെ റെഡ് ഇയർ കോഴിയാണ്. ഇത് കുറച്ചും കൂടി ഇത് ആവാണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇതിന് കൂടുതൽ ഇയർ വരണമെങ്കിൽ കുറച്ച് ടൈമിങ് എടുക്കും. ടൈമിങ് എടുത്ത് നമുക്ക് അതിന്റെ ബ്രൂഡിന് വേണമെങ്കിൽ കാണിച്ചാൽ അതിന്റെ ഇയർ വരണ ഒരു നല്ല ഈ കളറുകളൊക്കെ അല്ലേ, ഈ കളറൊക്കെ പോയിട്ട് ഫുൾ റെഡ് ആണ് കയറി സാധനം. എന്നിട്ട് അതിൽ ഇയർ വരും. അതാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല എൻക്വയറിയും കിട്ടണതും ഒരുപാട് സെയിൽ നടക്കണതും സാധനം ഒരു ഫിഷാണത്. ഇത് കൂടുതൽ ഉണ്ടാവില്ല, അതാണ് മെയിൻ പ്രശ്നം. ഭയങ്കര പ്രശ്നം എന്താ വെച്ചാൽ ഒരു ബ്രീഡിന്ന് ഒരു 30 കുട്ടികളൊക്കെ ഇറങ്ങുള്ളൂ. 30 കുട്ടികളെ ഇറങ്ങുകയെന്നല്ല, ഇവര് നല്ലപോലെ കഴിക്കും. ഒരു നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ 2 കുട്ടികളെ കിട്ടുള്ളൂ. അത്രയും ബ്രീഡ് ആവണമെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു ബ്രീഡിംഗ് കേജ് വേണം. ഞാൻ ഇവിടെ ബ്രീഡിംഗ് കേജ് ഒന്നിലും ഉപയോഗിക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അതിനാണ് ഇതിന് ക്ഷാമം വരുന്നത്. ഇല്ലെങ്കിലൊക്കെ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. ഞാൻ ഇപ്രാവശ്യം ഇറങ്ങിയതിൽ ആകെ 5 കുട്ടികൾ എന്താ കിട്ടി. 5 കുട്ടികളെ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ തിന്നു. അത് രാത്രി ബ്രീഡായിരുന്നു. ഞാൻ ബ്രീഡിംഗ് കേജ് വെക്കണം വിചാരിച്ചു, പിന്നെ അങ്ങനെ മറന്നുപോയി. പിന്നെ അങ്ങനെ ഇതായി. ഇത് നമുക്ക് സെയിലിനായിട്ട് ഇപ്പൊ ഈ ഒരു സെഷൻ ഉണ്ട്. ഒരു 10 പേരോ 15 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ആദ്യം വിളിക്കുന്നവർക്ക് ആദ്യം ചെയ്യാൻ പറ്റാത്ത. ആയിക്കോട്ടെ, നമുക്ക് ബ്രൂഡ് സ്റ്റോക്കും കൂടി ഒന്ന് ബ്രൂഡ് സ്റ്റോക്ക് ഇതാ അല്ലേ? ബ്രൂഡ് സ്റ്റോക്ക് ഇതാണ്. അത് എന്താ പറയാ, അവരെ സെപ്പറേറ്റ് മാറ്റിയിട്ടാണോ? മെയില് ചെറുതായിരിക്കും. മെയില് ഇപ്പൊ ഞാൻ ബ്രീഡിങ്ങിനായിട്ട് മാറ്റിയിട്ടത്. അത് ശരി. ഇതിപ്പോ ഈ ഒരു ടാങ്കിലായതുകൊണ്ടാണ് കറക്റ്റ് അതിന്റെ ഒരു റെഡ് കാണാൻ പറ്റാത്തത് അല്ലേ? ഇതിപ്പം ഏകദേശം ബ്രീഡ് ആവാനായിട്ടുണ്ടോ? ആയിട്ടുണ്ട്. അത് നാളെ മറ്റന്നാളായിട്ട് ബ്രീഡ് ആവും. ആണല്ലേ? മറ്റുള്ളത് പോലെ തന്നെ ബൾജ് ചെയ്ത് നിൽക്കില്ല വല്ലാണ്ട്. വളരെ കുട്ടികൾ കമ്മിയാകുമല്ലോ. ശരി, നമുക്ക് എന്നാല് വെറൈറ്റിയിൽ അടുത്ത വെറൈറ്റി പോയാലോ? അടുത്ത വെറൈറ്റിയിലേ പോയാലോ? ഇതേതാ വെറൈറ്റി? പ്ലാറ്റിനം റെഡ് ആണ്. നമ്മളെല്ലാവരും പണ്ടത്തെ ഒരു രാജാവ്. പണ്ടത്തെ നല്ല ഇപ്പോഴും അതുപോലെ ഒരു മുതൽ തന്നെയാണ്. ഇയറും ഭംഗി, പിന്നെ അതിന്റെ പ്ലാറ്റിനവും
നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആണല്ലേ. ഇതെങ്ങനെയാ നമുക്ക് കിട്ടുമോ? ഓ നമുക്ക് എന്താ ഇത് നമുക്ക് അത്യാവശ്യം എത്ര വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഇത് എത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, എത്ര വേണമെങ്കിൽ പീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഹോൾസെയിൽ ആണെങ്കിൽ അത് 50 രൂപ വെച്ചിട്ടാണ് ഞാൻ മിനിമം ഒരു 25 പേരെങ്കിലും എടുക്കും. ഹോൾസെയിൽ ആണെങ്കിൽ കൊടുക്കാനുണ്ട്. ഹോൾസെയിൽ പർപ്പിൾ ബെറിയും ഇതും ഒക്കെ കൊടുക്കാണ്ട് പീസിന് 50 രൂപ. 50 രൂപ 50 രൂപ വെച്ചിട്ട് നമ്മൾ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഇതിപ്പോ അധികം ആയിട്ടില്ല. ഇതിന് നല്ല ഇയറും കാര്യങ്ങളും ഇനിയും വരും സാധനം. ഇനിയും വരും. ശരിക്കും അതിനോട് അതിന്റെ ബോഡിയോടം നമ്മളെ ഇയർ വരും അല്ലേ? കാണാനും നല്ല രസമാണ്. പ്ലാറ്റിനം നന്നായിട്ട് കയറും ചെയ്യും നന്നായിട്ട്. ഇതിന്റെ തന്നെ ഗ്രീൻ പ്ലാറ്റിനം ഇറങ്ങുന്നുണ്ട്, അത് ആയിട്ടില്ല, ആവണുള്ളൂ. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം എന്താണുള്ളത്. അത് അടിപൊളി സാധനം. അത് ഫുള്ള് ഗ്രീൻ കയറിയിട്ട് നല്ല ടൈല്. ഇതിന്റെ ടൈൽ അത്ര വീതിണ്ടാവില്ല, മറ്റേ ടൈല് നല്ല വീതി. നമുക്ക് എന്നാലേ അടുത്ത ആ ഒരു വെറൈറ്റി ഫസ്റ്റ് കാണിച്ചു കൊടുക്കാം. നമ്മൾ പറഞ്ഞ ഒരു പുതിയൊരു വെറൈറ്റി, നമ്മളത് പ്ലാറ്റിനം ഗ്രീൻ പ്ലാറ്റിനം. ഇത് പണ്ടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴാണ് അത് നല്ല സജീവമായിട്ട് വരുന്നോണ്ടിരിക്കുന്ന സാധനം. പക്ഷെ ഇതിന്റെ ഗോൾ എന്ന് വെച്ചാൽ ഫീമെയിലിനും കാണാൻ നല്ല ഭംഗിയാണ്. ഫീമെയിലിന് ഡോർസൽ ഉണ്ടാവും. അത്യാവശ്യം അതിന് കുറച്ചും കൂടി ഏജ് ആകുമ്പോൾ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് അതിൽ നല്ല കളർ കയറും ഈ ഫീമെയിലിന് കളറിന്. പിന്നെ ഇതിന് നല്ല ലുക്കാണ് കാണാൻ. പിന്നെ ഗ്രീൻ ആണ് ഇതിന് മോൾ വ്യൂണ് നമുക്ക് ഗ്രീൻ ആയിട്ട് കാണാം. നല്ല ഫുൾ അത് വന്ന് ഗ്രീൻ ആയിട്ട് മാറും. ഇത് ആയിട്ടില്ല, ഇത് ഏകദേശം ഒരു 2.5 മാസം ആവണുള്ളൂ. ഒരു 3 മാസം 3.5 മാസം ഒക്കെ ആവുമ്പോഴേക്ക് അത്യാവശ്യം നല്ല ഇയറും വരും. പിന്നെ നമ്മളെ എന്താ ഇതിന്റെ പ്ലാറ്റിനത്തിന് വേറൊരു ഗുണം എന്താ വെച്ചാല് നമ്മുടെ മറ്റേ പ്ലാറ്റിനത്തിന് ബ്ലൂ ഇയർ ആവും. ഇതിലൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് കയറി വരും. ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡിന്റെ ഒരു തിളക്കം വരും. നമ്മളെ മോസ്കോ ഗ്രീനിന്റെ ഒക്കെ ഒരു വാല്യമുള്ള തിളക്കം ഇയറിൽ വരും. ഇതിപ്പോ നമുക്ക് കൊടുക്കാനൊന്നും ആയിട്ടില്ലല്ലോ. ഇതായിട്ടില്ല, ഇത് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. നമുക്കൊരു 3 മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ സെയിൽ തുടങ്ങും. നമുക്ക് അടുത്ത ഒരു വെറൈറ്റിയിലേക്ക് പോവാം. ഇത് നമ്മുടെ ഫുൾ ബ്ലാക്ക് ആണ്, ഡെംബോ. നമ്മളിപ്പോ കണ്ടേന്റെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡെംബോ ഇയർ വരും. അത്യാവശ്യം നല്ല ഇയർ വരും. പിന്നെ അതിന് ഫീമെയിലിനും കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടാവും. പണ്ടത്തെ ഫുൾ ബ്ലാക്കിന്റെ അത്ര ഫീമെയിലിനെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും. ഇത് കുറച്ചുകൂടി അതിന്റെ ഡോർസലും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു നല്ല രസമുള്ള സാധനം. ഇത് ഷോർട്ട് ബോഡി ആണോ? അല്ല, ഷോർട്ട് ബോഡി നല്ല തന്നെയാണ്. നല്ല തിക്നെസ് ബോഡി, ലെങ്ത് ബോഡി അല്ല. നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിനെ പോലെ ലെങ്ത് ബോഡി അല്ല. അതൊരു നല്ല ഒരു ഫിഷാണ്. നല്ല ഇയർ നല്ലോണം തന്നെ വരും. അതിന്റെ ബ്രൂഡിന് പറഞ്ഞതിന്റെ ബ്രൂഡ് സ്റ്റോക്ക് ആണ്. അത് ബ്രൂഡ് സ്റ്റോക്ക് ആണ്. അത്ര ഇയർ വരും. ഇത് 3.5 മാസം പ്രായമായതാ. നല്ല ഇയർ വരും. ഇത്ര ഇയർ വരും. എല്ലാത്തിനും 100% ഇയർ വരും. നല്ല എന്താ പറയാ, അവർക്ക് ടെയിലും അത്യാവശ്യം നല്ല രീതിയിൽ വരും. പിന്നെ ഫീമെയിലിന് മറ്റേ മുകളിലായിട്ടൊരു ഫിന്നും കൂടെ ഫിന്ന് വരുന്നുണ്ട്, മറ്റേ പോളിഡോർസൽ പോലെ. അങ്ങനെയാണല്ലേ? ഓക്കെ. എന്നാല് അടുത്ത വെറൈറ്റിയിലെ പോയാലോ? ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് നമ്മൾക്ക് പോണ്ട് കോയി പറയും. പോണ്ട് കോയി നമ്മള് ഷോർട്ട് ബോഡിയാണ്. ഇതിന്റെ ഇതിപ്പോ നമ്മള് വളരെ ചെറുതാണ്. ഏകദേശം ഒരു മാസം 1.5 മാസം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇവര് വരുമ്പോ നല്ല ഫീമെയിൽ നല്ല ഉണ്ടായിട്ടായിരിക്കും. ബലൂൺ മോളി പോലെ എപ്പോഴും, അതായത് പെട്ടെന്ന് കാണുന്ന ബ്രീഡാറാവായി തോന്നും. പക്ഷെ ബ്രീഡാവാറൊന്നും ആയിട്ടുണ്ടാവില്ല. സമയം എടുക്കും. ചിലപ്പോ ഒരു മാസത്തിന് മുകളിലൊക്കെ എടുക്കുന്നുണ്ട് സമയത്തിന്. ചില ഫിഷിനും ഏകദേശം ഒരു 18 ദിവസം 20 ദിവസമൊക്കെയാണ് കണക്ക്. ഇതിന് 1 മാസത്തിന് മുകളിലൊക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് എന്റെ ഒരു ഇത് തോന്നുന്നത്. എങ്ങനെയാ നമുക്ക് അറിയണില്ല. കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കമ്മിയാണെങ്കിലും പക്ഷെ കാണാൻ നല്ല ലുക്കാണ്. എല്ലാത്തിനും കോഴി ഇറങ്ങുന്നുണ്ട്. അടുത്ത വെറൈറ്റി പോയാലോ? വെറൈറ്റി ഇത് സിൽവർ ആടോ. രസമുള്ള ഫിഷാണ്. അത്യാവശ്യം ഫീമെയിൽ നല്ല സൈസ് വരും. പക്ഷെ കാണാനും നല്ല ഭംഗിയാണ്. ഒരു പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ നല്ല ഭംഗിയുള്ള ഫിഷുകളാണ്. കണ്ടമാനം ഉണ്ടാവും ചെയ്യും. നമുക്ക് ബൾക്കായിട്ട് ചെയ്ത് ഒരു കടയിലേക്കൊക്കെ കൊടുത്ത് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനൊക്കെ നല്ല ഫിഷ്. ഫീമെയിൽ കുറച്ച് വലുതാണ്. ഫീമെയിൽ അത്യാവശ്യം സൈസ് ഉണ്ടാവും. മറ്റേത് ഫീമെയിൽ അത്ര വലുതാവില്ല. നല്ല ടൈലും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ എന്താ ഫീമെയിലുകളൊക്കെ ചെറിയ സൈസാണ്. വലിയ സൈസുകളൊക്കെ ഒന്നും ആയിട്ടില്ല. ഫീമെയിൽ ഇതിനും വലുതാവോ? ഫീമെയിൽ നല്ല വലുതാവും. ഫീമെയിലിന്റെ ഒരു വലിപ്പം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രൂഡ് സ്റ്റോക്ക് നല്ല വലിപ്പമുണ്ടല്ലേ? അന്നിപ്പോ കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു ബ്രീഡിന്റെ ബ്രൂഡ് സ്റ്റോക്ക്. ഇത് എന്താ പറയാ, നല്ല വലിപ്പം വെക്കും അല്ലേ? ഇതിപ്പോ അത്യാവശ്യം ഇതിപ്പോ ഇറങ്ങാനുണ്ട് അല്ലേ? അതുകൊണ്ടാണ് അതിന്റെ നാളെ മറ്റന്നാളായിട്ട് ബ്രീഡ് ആവും. ഓഹോ, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരൊരു ഇങ്ങനെ ഒരു ഇത്രയും വലുതാവും അല്ലേ? ഈ സൈസ് ആവും. ശരി.
ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്നാല് അടുത്ത വെറൈറ്റിയിലേക്ക് പോയാലോ? ഓക്കെ. അടുത്ത വെറൈറ്റി പോയാലോ? അതെ, ഇത് നമ്മുടെ ബ്രസീലിയൻ റെഡാണ്. ബ്രസീലിയൻ റെഡ്. നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറി വരുന്ന ഒരു ഫിഷാണ് ബ്രസീലിയൻ റെഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാധനം കുറച്ച് സ്റ്റോക്ക് കമ്മിയാണ്, എന്നാലും നമുക്കൊരു 10-30 പേരോളം ഇപ്പോഴും സ്റ്റോക്ക് കൊടുക്കാനുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു ഫിഷാണ്. എന്താ വെച്ചാൽ ഇതൊരു വീഡിയോ, എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഇറങ്ങിയ ശേഷം അതിൽ നല്ല പോലെ ഓടിയിരുന്ന ഒരു ഫിഷാണ്. ഏറ്റവും കൂടുതൽ ബൾക്ക് കറക്റ്റ് സ്റ്റെയിൻ ആണെന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റ് സ്റ്റെയിൻ ആയിട്ട് നല്ല ഡോർസലും കാര്യങ്ങളൊക്കെ വരും, നല്ല റൗണ്ട് ടൈലാണ്. പിന്നെ അങ്ങനെ നല്ല ഇമ്മ്യൂണിറ്റി പവറാണ്, കാണാനും ഭംഗിയാണ്. നല്ല ഭംഗിയാണ്. ഒരു അക്വറിയം പ്ലാന്റ് അക്വറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അല്ലേ? ഇത് ഇനിയും ടൈല് വരും, നല്ല പോലെ ടൈല് വരും. ഇതിപ്പോ എത്രയും 2 മാസം? ഇത് 2 മാസമാണ്. ഇതിന്റെ ബ്രൂഡ് സ്റ്റോക്കിനൊക്കെ അത്യാവശ്യം നല്ല. അടുത്ത നല്ലൊരു കിട്ടിലൻ ഒരു വെറൈറ്റി, അതായത് മോസ്കോ ഗ്രീൻ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് എന്താണ് സൈസ് കയറും മാസങ്ങളോളം ആവുന്നോളം ഒരു ഫൈറ്ററിന്റെ ലുക്കിലേക്ക് വരുന്ന ഒരു അങ്ങനത്തെ ഒരു നല്ല രസമുള്ള സാധനം. നല്ല അതിൽ നല്ല ഭംഗി, ടൈല് നല്ല ഓവർ ടൈലായിരിക്കും. പിന്നെ എല്ലാം എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കും. ടാങ്കിൽ നല്ല ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഫീമെയിലിനെ കാണാൻ അത്ര വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇത് കാണാൻ കിട്ടില്ല. അക്വറിയം പ്ലാന്റഡ് അക്വറിയത്തിലൊക്കെ നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കണ പെട്ടായിരിക്കും. ഇതിനും റേറ്റ് വ്യത്യാസമൊന്നുമില്ലല്ലോ? ഒരു വ്യത്യാസം. ഇവിടെ ഇനിയിപ്പോൾ 1000 ആയാലും 2000 ആയാലും ഏത് സ്ട്രെയിൻ വന്നാലും ഇപ്പോൾ പുതിയൊരു ഡംബോ ഇറങ്ങിയിട്ടുണ്ട്, വൈറ്റ് ഡംബോ. ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അത് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ആൾക്കാർ 600, 900 എല്ലാ സ്ഥലത്തും. കോഴിക്കോടൊക്കെ ഒരുവിധം ഫാമുകളിലൊക്കെ 900 രൂപയൊക്കെയാണ്. 1000-1500 ഉറുപ്പിയുടെ മുകളിലാണ് റേറ്റ് വരുന്നത്. നമ്മളിപ്പോഴും കൊടുക്കുന്നത് അതിപ്പോ നമ്മള് അത് റെഡി ആയി കഴിഞ്ഞാൽ ആ റേറ്റ് അത് ഞാൻ പൊട്ടിച്ചു കൊടുക്കണില്ല. ഈ ഫാമിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ കുട്ടികളാവും സെയിൽ ചെയ്യാം. ഇപ്പൊ ഒരു റേറ്റ് ആകുമ്പോൾ ഈസിയാണ്. പിന്നെ നമ്മൾ അതിന്ന് ലാഭം നോക്കിയിട്ടല്ല, അതിനായിട്ട് നമ്മളൊരു താല്പര്യം. അടുത്തൊരു വെറൈറ്റിയിലേ പോയാലോ? അതെ, ഇത് വൈറ്റ് ടെക്സ്ചറാണ് സംഭവം. നല്ല പഴയ സ്ട്രെയിനാണ്, എന്നാലും നമുക്ക് കാലങ്ങളായിട്ട് നല്ലൊരു ആൾക്കാർ ചോദിക്കുന്ന ഒരു സ്ട്രെയിനും കൂടിയാണ്. ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജൂനയിലാണ്. ഇതിന്റെ ബ്ലാക്ക് ഒന്നുകൂടി കയറും അതിന്റെ ബോഡിമേ. ചെറിയ ടൈപ്പാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഫുഡിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കാണ്ട്. സ്പൈറലിന ഫ്ലേക്ക്, പിന്നെ ചെമ്മീൻ പൊടി, നമ്മളെ ഇതൊക്കെ ഇലാർവല്, അങ്ങനത്തെ ഐറ്റംസുകളാണ് കൊടുത്തു കഴിഞ്ഞാലാണ് അതിന്റെ വൈറ്റ്നസ് നന്നായിട്ട് കയറും. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു യെല്ലോ ഷെയ്ഡ് കയറും, അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ്. അത് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗി പോയി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. റെഡും ബ്ലാക്കും പോലെ തന്നെ വൈറ്റും അടിപൊളി. ഇതും അതെ ഫുൾ ഗോൾഡിനും അതേ സെയിം സാധനം ആണല്ലേ? സെയിം. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ? അങ്ങനെയുള്ള ഫിഷാണ്. പിന്നെ നന്നായിട്ട് ഉണ്ടാവും, ഇഷ്ടംപോലെ തുടക്കക്കാരനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ കാലങ്ങളായിട്ടുള്ള ഒരു ഫിഷാണ്. എന്നും മാർക്കറ്റിൽ ഇപ്പോഴും നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു ഫിഷാണ്. എന്നാലേ അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇത് സിൽവറാഡോ കോയിയാണ്. ഷോർട്ട് കോയിയാണ്. അപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു ഫിഷ് തന്നെയാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ വളരെ കുറച്ച് കിട്ടുള്ളെങ്കിലും ഉള്ളത് നല്ല എത്ര ഉണ്ടോ ഏകദേശം? നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ? ഇത് ഏകദേശം ഒരു 10-40 കുട്ടികളൊക്കെ കിട്ടുള്ളൂ. അത് ഫുള്ളായിട്ട് നമുക്ക് സർവൈവ് ചെയ്തെടുക്കാം. ബ്രീഡിംഗ് കേജ് വെച്ചാൽ നമുക്ക് സർവൈവ് ചെയ്തെടുക്കാം. ഷോർട്ട് ബോഡി ഒക്കെ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, അപ്പൊ അവര് കഴിക്കാൻ നല്ല എളുപ്പമാണ്. ബ്രീഡിംഗ് കേജ് ഒക്കെ ഇത് ഫീമെയിൽ അത്യാവശ്യം സൈസ് വരും. മെയിലുകളെ മാത്രം കുറച്ച് സൈസ് കമ്മി ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല ഉണ്ടാ സൈസാവും. നമ്മളെ ബ്രൂഡ് കാണാം. ഇത് ഏകദേശം ഒരു 2 മാസത്തിനടുത്തായിട്ടുണ്ടാവും. കൊടുക്കാനുണ്ട് സാധനം ഇഷ്ടം. നമുക്കൊരു 10-40 പേരൊക്കെ കൊടുക്കാനുണ്ട്. 40 പേരായിട്ട്. അടുത്ത ഒരു നല്ലൊരു വെറൈറ്റി എല്ലാവർക്കും ഇപ്പോ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫിഷും കൂടിയാണ്. പർപ്പിൾ ബെറിയാണ്. ഇതിന്റെ മാക്സിമം സൈസാണ്. ഇതിന്റെ ജൂനൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാണ്ട് സാധനം. പീസ് 50 രൂപ ഹോൾസെയിൽ. 25 പേർ എടുക്കുന്നവർക്ക് പീസ് 50 രൂപയായിട്ട് നമുക്ക് ഇതേ ക്വാളിറ്റിയിൽ നല്ല പക്ക ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇയറും നല്ല പക്ക 100% സ്റ്റെബിലിറ്റിയാണ്. അതിന് ഒരു സാധനത്തിന് പോലും ഇയർ ഇറങ്ങാതെ വരില്ല. പിന്നെ ഇവര് പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ ഇവര് കൊറിയർ ചെയ്തിട്ട് നമ്മൾ എത്തുമ്പോൾ ഈ വൈറ്റ് കവറിൽ ഇട്ട് കഴിഞ്ഞാൽ കളറിന് ചെറിയൊരു ഫൈഡ് ഉണ്ടാവും. പക്ഷെ നേരെ മറ്റേ ഡാർക്ക് ടാങ്കിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇവരെ കളർ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് തിരിച്ചു വരും. അത് ഈ ചില എന്താ പറയാ ഈ ഓസ്കാർ ഫിഷിനൊക്കെ ചിലതിനങ്ങനെ വരാറുണ്ട്. ഇത് അങ്ങനെ ഒരു സ്റ്റൈലാണ്. പക്ഷെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ആണ്. അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. പിന്നെ ബൾക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണ്. അങ്ങനെ നോക്കിയാലും ഇയർ വരും. അതായത് നമ്മളിപ്പോ ലൈഫ് ഫീഡ് കൊടുത്തില്ലെങ്കിലും ഇയറോ കൺഫേം ആണ്. അങ്ങനത്തെ ഒരു ഫിഷാണ്. നല്ല ഫിഷാണ്. നല്ല ട്രെൻഡിങ് ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇതിന് നല്ല കുഞ്ഞുങ്ങളാണ്. 100 കുഞ്ഞുങ്ങൾ. നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേ പോയാലോ? ഇത് നല്ല ഡെമ്പോ ആണ്. റെഡ് ഡെമ്പോ പറയും. നമ്മളിപ്പോ കണ്ട ബ്ലാക്ക് ഡെമ്പോ കണ്ടു. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട്. റെഡ് ഡെമ്പോ നല്ല ഇയർ നല്ല ഇത് വരും.
ഡംബോ വരുന്ന സൈസാണ്. ആ. സൈഡ് വ്യൂ ആണ്. അതിൽ ടോപ്പ് വ്യൂ അത്ര അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇല്ലെങ്കിലും ഇല്ലെങ്കിലും. ഒരു വെറൈറ്റി ഡംബോ ഐറ്റംസിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഡംബോ ആണ്. ആണല്ലേ. അങ്ങനെ വലിയ അങ്ങോട്ട് പറയാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു വിഷയമാണ്. കൊടുക്കാനുണ്ടോ? കൊടുക്കാണ്ട് അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഒരു 10-15 പേരൊക്കെ കൊടുക്കാണ്ട്. ഓക്കെ. എന്നാലും ആൾക്കാർ വന്നതിന് ഡംബോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ. ഇതിപ്പോ എത്ര 2 മാസമൊക്കെ? അത് 2 മാസം കഴിഞ്ഞു. ഓക്കെ. അങ്ങനെ അത് അത് അടുത്തൊരു അപ്പം വെറൈറ്റി അടുത്ത നമ്മൾ അടുത്ത ഒരു നല്ലൊരു വെറൈറ്റി. ഇത് പഴയ സ്റ്റൈൻ ആണെങ്കിലും പോലും ഗ്രീൻ ഡയമണ്ട് എന്ന് പറയും. ഈ സ്റ്റൈന് നല്ല സ്റ്റെബിലിറ്റി ഉള്ളതാണ്, നല്ല ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഉള്ള ഒരു ഫിഷാണ്. നമുക്ക് അസുഖങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഇങ്ങനെ ബാധിച്ചാലും പിന്നെ ഒരു പ്രശ്നം ഒന്ന് സർവൈവ് ചെയ്ത് പോകുമ്പോഴേ. പിന്നെ ടയറുകൾ പൊട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. എത്ര എണ്ണത്തിനും കൂട്ടത്തിലിടാം. ഇലക്ട്രിക് ബ്ലൂ മാതിരി തന്നെ ഏകദേശം. ഭയങ്കര നല്ല. നമ്മളിപ്പോ കുറച്ച് നേരത്തെ കണ്ടല്ലേ, അത് മോസ്കോ ഗ്രീനിന്റെ ടൈല് വീതി കൂടിയതാവും, ഇത് റൗണ്ട് ടൈലാവും. റൗണ്ട് ടൈൽ നല്ല ഭംഗിയാണ്. രാത്രി ലൈറ്റ് ഷെയ്ഡ് അടിക്കുമ്പോഴാണ് അതിന്റെ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. മറ്റേ വെളിച്ചത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരാം. ഓക്കെ. മറ്റേത് ഗ്രീനിഷ് സ്റ്റൈൽ. നല്ലൊരു സ്റ്റൈനാണ്. കാണാനൊരു ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫിഷാണ്. എന്നാല് അടുത്തൊരു കിഡിലും വെറൈറ്റി വരും. നമുക്ക് ഇത് ഫ്ലവർ ഡോർസലാണ്. ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസൽ. നല്ല ഡോർസലും കാര്യങ്ങളൊക്കെ വരും. ഇത് ജൂനയിലാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാണ്ട് പീസ് 50 രൂപ വെച്ചിട്ട് നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാം. 25 പേരെങ്കിലും മിനിമം എടുത്തിരിക്കണം. അല്ലാത്തവർക്ക് 150 രൂപ. മറ്റേതാകുമ്പോ നമുക്ക് ഈ 3 ഐറ്റാണ് നമ്മൾ ബൾക്ക് കൊടുക്കാനുള്ളത്. ഒന്ന് പ്ലാറ്റിനം റെഡും, ഒന്ന് നമുക്ക് പർപ്പിൾ ബെറിയും, ഒന്ന് ഫുൾ റെഡും. ഈ 3 ഐറ്റം നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും. അത് പീസ് ആയിട്ട് മറ്റേതൊക്കെ 150 രൂപ കൊടുക്കും. നമുക്ക് എന്നാൽ അടുത്ത ഒരു വെറൈറ്റിയിലേ പോകാം. അടുത്തൊരു വെറൈറ്റിയിലേ പോയാലോ? ഇത് HB ബ്ലൂ. പഴയ സ്റ്റൈനാണ്. നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഫിഷാണ്. അത്യാവശ്യം നല്ല ബൾക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നന്നായിട്ടുണ്ടാവും. അത്ര അസുഖങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വരില്ല. ഓക്കെ. കുഞ്ഞുങ്ങളെ കഴിക്കോ? ഇല്ല, കുഞ്ഞുങ്ങളെ കഴിച്ചാലും അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങനെ കുഞ്ഞുങ്ങളെ കഴിച്ച് കണ്ടിട്ടില്ല. നിറയെ കുഞ്ഞുങ്ങളെ കാണാറുണ്ട് ഒരു ടാങ്കിലൊക്കെ. നല്ലൊരു കൊടുക്കാനുണ്ടോ? ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. ഇത് ചില്ലി മൊസൈക്ക് ആണ്. പഴയ സ്റ്റൈനാണ്. ഇപ്പൊ പുതിയ ഒരു ബാരലായിട്ട് കുറച്ച് ഷോർട്ട് ബോഡി ആയിട്ട് തിക്നെസ് ആയിട്ട് ഇറങ്ങിയ ഷോർട്ട് ബോഡി ടൈപ്പ് ആണ് അല്ലേ? കുറച്ച് ഷോർട്ട് ബോഡി ടൈപ്പാണ്. ഫീമെയിൽ നല്ല സൈസ് ഉണ്ടാവും. ഇതിന് കുറച്ച് പുതിയ ലൈനാണ്. കളറും കാര്യങ്ങളും സ്റ്റേബിൾ ഒക്കെ കറക്റ്റ് ആണ്. നല്ല കളറും കാര്യങ്ങളൊക്കെ പഴയതിനേക്കാളും കുറച്ച് കൂടുതൽ കളർ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം കൊടുക്കാനുണ്ട്. അത്യാവശ്യം കൊടുക്കാനുണ്ട്. നല്ല ഇയറും മേരും എല്ലാതും വരും. അത്യാവശ്യം നല്ല എന്താ പറയാ, നമുക്ക് പ്ലാറ്റിനം കയറും നന്നായിട്ട്. പ്ലാറ്റിനം ഇത് ചെറിയ സൈസ് ആണ്. വലിയ സൈസ് ആവുമ്പോഴേക്ക് 2 മാസം 2 മാസം ആയിട്ടുണ്ടാവും. നമുക്ക് എന്നാലേ അടുത്തൊരു വെറൈറ്റിയിലേക്ക് പോകാലോ. ഏതാ വെറൈറ്റി? ഇത് ജപ്പാൻ ബ്ലൂ ടൈലാണ്. പഴയ സ്റ്റൈനാണ്. എന്നും ആൾക്കാർക്ക് ആരാധകരുള്ള ഒരു ഫിഷും കൂടിയാണ്. ഡംബോ വരും അത്യാവശ്യം നല്ല. ഇതിലും ഡംബോ വരുന്നുണ്ട് അല്ലേ? പക്ഷെ ഒരു നോർമൽ ഡംബോ പോലെ വരുള്ളൂ. പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള ഫിഷാണ്. നല്ല ബ്ലൂ കളറാണ്. നല്ല ലെങ്തിയും ബോഡിയാണ്. കാണാനും നല്ല. ആ ഒരു ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ബോഡീന്റെ മുകളിലല്ലേ ബ്ലൂ വരും. അതാണ് ഈ ജപ്പാൻ ബ്ലൂ ടൈൽ എന്ന് വരുന്നത്. കണ്ടമാനം ഉണ്ടാവും. നമുക്ക് ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും. സെയിൽ ചെയ്യാനൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കാനൊക്കെ കുറെ ഫിഷിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചെയ്യാൻ പറ്റും. എന്നാല് ഒരു സ്പെഷ്യൽ വെറൈറ്റി. ഇത് നമ്മള് അധികം ഫാമുകളിലൊന്നും ഇല്ല ഈ സാധനം. നമ്മള് മെറ്റൽ ബ്ലാക്കിനെ പോലെ തന്നെ മെറ്റൽ ഗ്രീൻ ആണ് ഇതിന്റെ ബോഡി വരുന്നത്. ഒരുവിധം ഫാമുകളിലൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ഞാൻ തന്നെ ഇത് ലെയറായിട്ട് കിട്ടിയിട്ട് ഒരു ഫാമിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ ഒന്ന് ബ്രീഡ് ചെയ്തെടുത്താണ്. നമുക്കത് കൂടുതൽ പീസൊന്നും കൊടുക്കാല്ല. നമുക്കൊരു 5-6 പേരൊക്കെ കൊടുക്കാറുള്ളൂ. ഇനി കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അവർക്കൊന്ന് സൈസായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. നല്ല ബ്രീഡാണ്, നല്ല സ്റ്റൈലാണ്. അതെന്ന് വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി സൈസ് കയറി കഴിഞ്ഞാൽ അടിപൊളിയാവും സാധനം. അതിന്റെ ബ്രൂഡിനെ കാണിച്ചാൽ എൻ്റെ അടുത്ത് പാകല്ല. എന്താ വെച്ചാൽ അത് ബ്രൂഡ് ഡെഡാണ്. ഇനി ഇവിടുന്ന് ബ്രൂഡിനെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ബ്രൂഡ്. നല്ലൊരു വെറൈറ്റി ഷോർട്ട് ബോഡിയാണ്. നല്ല ഭംഗിയാ കാണാൻ. നല്ല പ്രിന്റും കയറും. അതിന്റെ ബോഡിയുമ്പോൾ നല്ല പ്രിന്റും കയറും. ഗ്രീൻ ഷെയ്ഡായിരിക്കും. നല്ല അതായത് ഒരുവിധം ഫാമുകളിൽ ഞാൻ ഇപ്പൊ ഈ ഫാമിൽ ആദ്യമായിട്ടാണ് ഇത് ഈ വീഡിയോ ചോദിച്ച് കൊടുക്കുന്നത്. ആണല്ലേ? എനിക്കാണ് അതിന്റെ ഒരു ഇത് കിട്ടിയത്. ഓക്കെ. എന്തായാലും നമുക്കൊരു മറ്റൊരു ഇതും കൂടെ കണ്ടിട്ട് ഒരു വെറൈറ്റി കൂടെ പോയാലോ? ഏതാ വെറൈറ്റി വരുന്നത്? ഇത് നമ്മുടെ തായ്വാൻ ബ്ലൂ ആണ്. ഇതിന്റെ മുകളിലൊരു ചെറിയൊരു ക്യാപ്പ് പോലെ കാണിക്കും ടോപ്പ് വീല്. ഇത് നമ്മളെ ഇലക്ട്രിക് ബ്ലൂവിന്റെ പോലെ തന്നെയാണ്. അതിലൊരു വെറൈറ്റിയാണ് തായ്വാൻ ബ്ലൂ. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രെയിനാണ്. കാണാനും ഭംഗിയുള്ള ഒരു സ്ട്രെയിനാണ്. ഏകദേശം ഇലക്ട്രിക് ബ്ലൂവിന്റെ ടച്ച് വരുന്നതാണ്.
അതൊരു തായ്വാൻ ബ്ലൂ അങ്ങനെ വലിയ മാറ്റം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ഒരു മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. ഒരു ടോപ്പിൽ അതില് ഫീമെയിലിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ കൊടുക്കാനില്ല. കൊടുക്കാണ്ട് നമുക്ക് അടുത്ത ഒരു വെറൈറ്റി വെറൈറ്റി നമുക്ക് ഒരു ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റൈല് പരിചയപ്പെടാം. ഇത് ഏതാ വെറൈറ്റി? ഇത് നമുക്ക് സാന്റാക്ലോസ് ആണ്, റെഡ് സാന്റ എന്ന് പറയും. സാന്റ നല്ലൊരു ബ്രീഡാണ്, അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടും, നല്ല സൈസ് വരുന്ന ഒരു ഫിഷാണ്. ഇപ്പൊ നമ്മളിത് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ. ഇത് അപ്പോഴേക്കും നല്ല സൈസ് കാണിക്കൽ തുടങ്ങിയാണ്. ഇത് അത്യാവശ്യം നമുക്ക് അത്ര പറയാൻ കൊടുക്കാനില്ല, നമുക്ക് എന്നാലും ഒരു 5-6 പേരൊക്കെ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഒരു കുറച്ച് ഇതായിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കത് കൂടുതൽ കൊടുക്കാണ്ടാവും. ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കൊക്കെ നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ടാവും. പിന്നെ നമ്മളടുത്ത് ഇനി വരാൻ പോണ സ്ട്രെയിൻ എന്ന് പറയുന്നത് വൈറ്റ് ഡംബോ, പിന്നെ നമ്മളടുത്ത് ഗ്രീൻ ഡ്രാഗൺ, പിന്നെ നമ്മളെ HP ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഹോളി ഡോർസലിൻ്റെ ഡംബോ വരുന്നുണ്ട്, അതെടുത്തിട്ടുണ്ട്. ചില ഫിഷുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ കൊടുക്കാനായിട്ട്, അതായത് ഭാവിയിലേക്ക് ഒരു 3-4 നമുക്ക് അടുത്തൊരു ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ സെറ്റ് ആക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഒരുപാട് വെറൈറ്റീസ് കാര്യങ്ങളും ഡംബോ ഐറ്റംസുകളും പിന്നെ ആൽബിനോ ഐറ്റംസുകളൊക്കെ വരും. അതിൽ പ്ലാറ്റി മോളിയൊക്കെ നല്ല വെറൈറ്റികൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സ്റ്റെമ്പ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം. ഇത് ഇവിടുന്ന് മാറ്റാനുള്ള എന്തെങ്കിലും പ്ലാൻ? ഇല്ല, നമ്മൾ ഈ ഒരു സ്ഥലം കൂടി അങ്ങോട്ട് ചെയ്തിട്ട് അടുത്തിട്ട് അതിനെ കൂടി ചെയ്യാനുള്ള ഒരു പരിപാടി. ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ്, അതായത് ഒരു സ്റ്റാർട്ടിംഗ് ഉള്ള ഒരാളോട് എന്താ ഇപ്പൊ പറയാനുള്ളത്? സ്റ്റാർട്ടിംഗ് ഉള്ളവർക്ക് എന്താ പറയാ, ഇപ്പം സ്റ്റാർട്ടിങ്ങില് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവില്ല. അതെ, ഗപ്പി ചെയ്തൊരു വരുമാന മാർഗം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടം വേണം, പിന്നെ നമ്മൾ അതിനോട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് വേണം. അല്ലാണ്ട് നമ്മൾ കുറച്ച് തൊട്ടി വാങ്ങി ഗപ്പി ചെയ്തു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ക്വാളിറ്റിയിൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ഓട്ടോക്കാർ അങ്ങനെയുള്ള ആൾക്കാർ എന്തിനൊക്കെ വരുമാനം കിട്ടുമോ, ഈ ചെറിയ ഫിഷിന് ഇത്ര വരുമാനം കിട്ടുമോ? എന്നെ ഇവിടെ ഒരുപാട് കളിയാക്കി വരുന്നുണ്ട് കേട്ടോ. വേറെ കാര്യം, നമ്മൾ തുടക്കത്തിലൊക്കെ ഞാൻ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് ടാങ്കിലൊക്കെ നോക്കും, ഇത് എന്താ ഇപ്പോൾ ഇതൊരു മീൻ, ഇതൊക്കെ എപ്പോഴത് വലുതാവുക എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. അന്ന് അവരൊക്കെ വലിയ വലിയ മീനുകളെ കണ്ടുള്ളൂ. ഇന്ന് ഗപ്പി പറഞ്ഞ ചെറിയ മീനല്ല, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വില ഉള്ള ഏറ്റവും വില കൂടിയ ഫിഷാണ്. ഇത് കൊറോണയ്ക്കൊക്കെ മുമ്പ് ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഞെട്ടിപ്പോകും. ഞാൻ തന്നെ വാങ്ങിയിട്ട് ഒരു 3000-4000 രൂപ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്, ജോഡി വാങ്ങിയിട്ടുണ്ട് ആ കാലത്ത്. അപ്പോൾ സ്ട്രെയിനൊക്കെ എടുക്കുന്ന സമയത്ത്. ഇപ്പോഴും എന്താ വൈറ്റ് ഡംബോ കൊടുത്ത് ഞാൻ 900 റുപ്യക്കാണ് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റും. അതാണ്. അപ്പൊ ആ ഫിഷിന് നമ്മൾ ആ റേറ്റിന് നമ്മൾ 150 റുപ്യക്ക് ഇവിടെ കൊടുക്കണം. നമ്മൾ എടുക്കുമ്പോൾ നല്ല റേറ്റിനൊക്കെ എടുക്കും, നമ്മൾക്ക് ഇഷ്ടം തോന്നി അപ്പം എടുക്കും, അത് വില നോക്കില്ല, അതാ അപ്പം എടുക്കും. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഉള്ളവർക്ക് ഇപ്പോൾ വളർത്താൻ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് ഐ എടുക്കുക ചെയ്യാം. അതിൽ ഇലക്ട്രിക് ബ്ലൂ, പ്ലാറ്റിന റെഡ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതൊക്കെ ഒരു വരുമാന മാർഗ്ഗമായി കൊണ്ടുവരുന്ന കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ഫിഷുകൾ വരും. ഇപ്പോൾ റിച്ച് ബോസ് ആണെങ്കിൽ ഒരു 50 ഫിഷിന് ഇടുക, അതിലിട്ട് വളർത്തി സെറ്റാക്കുക. പിന്നെ കുഞ്ഞുങ്ങളാവുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുക, അത് ആണും പെണ്ണും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മിനിമം ഒരു 50 എണ്ണെങ്കിലും ഒരു ഫ്രിഡ്ജ് ബോക്സിൽ അത്രേ പാടും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരാളിപ്പോ ഒരു ചെറിയൊരു ഒറ്റ സ്ട്രെയിനൊക്കെ നമ്മള് ഇതാക്കിയിട്ടൊക്കെയാണെങ്കിൽ മിനിമം ഒരു അത് ചെയ്യാം. ഒറ്റ സ്ട്രെയിനൊക്കെ ആകുമ്പോൾ നമുക്ക് 1-2 വെറൈറ്റീസ് ഒക്കെ നമുക്ക് ചെയ്ത് നല്ല വരുമാന മാർഗം ഉണ്ടാക്കാം. ബൾക്കായിട്ട് ഓർഡറുകൾ വരും നമുക്ക്. ഇപ്പൊ നമ്മള് ഒരുപാട് വേറെ ഫാമുകളിലൊക്കെ കണ്ടില്ലേ, നമ്മൾ ബൾക്കായിട്ട് ചെയ്ത് 1-2 സ്ട്രെയിൻ ചെയ്തിട്ട് ബൾക്കായിട്ട് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ ബ്രീഡിംഗ് കേജ് വെച്ച് സാധനത്തിന് ഇറക്കുക, ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10,000 പീസ് വെച്ചാലും കൊടുക്കാനുണ്ടാവും. അപ്പൊ നല്ല സ്ട്രെയിൻ നോക്കിയിട്ട് തെരഞ്ഞെടുത്തിട്ട് അത് ബൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മര്യാദക്ക് ഒരു ജീവിതം, ഒരു കുടുംബം അടിപൊളിയായിട്ട് ജീവിച്ചു പോകും, ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി പറയും. ഇത് വളർത്താനൊന്നുമില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിനൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്കാവും, ഫാമുകൾ ക്ലിക്കാവും. അത്രയുള്ള നമുക്ക് പറയാനായിട്ടുള്ളത്. ചെയ്യാനുള്ളൊരു മനസ്സും ഇതിനോടുള്ള ഇഷ്ടവും അതാണെങ്കിൽ നമുക്കിത് വിജയം കണ്ടെത്തിയ ആളാണ് ഞാൻ, വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഈ പണി കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണത്, അതാണ് നമ്മളെ വലിയ വിഷയം. നമ്മള് ആൾക്കാരൊക്കെ ചോദിക്കും എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ ചോദിക്കും ചിലര്. അല്ല, അതൊക്കെ നമുക്ക് എന്താ പറയാ, കാണിച്ചു കൊടുത്തല്ലോ. അല്ല, നമുക്ക് അതിന് നമ്മൾ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് നമ്മളേതായ സ്ട്രെയിൻ, നമ്മൾ പുതിയ സ്ട്രെയിൻ കാണുമ്പോൾ എടുക്കും, ചെയ്യും. നമുക്കേ എന്താ പറയാ, ഇത് മാത്രല്ല കേട്ടോ, അതായത് നമ്മള് ഫിഷസ് മാത്രല്ല, ഫിഷസിന്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയാ, ഇതും കൂടെ ഉണ്ടെങ്കിൽ കൂടിയേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലേ? അതായത് നമ്മള് ഫിഷ് വളർത്താൻ തുടങ്ങുന്ന മുമ്പേ നമ്മള് മൊയിന കൾച്ചറിങ് നല്ല പോലെ നമ്മൾ സെറ്റാക്കിയാൽ മാത്രമേ ഒരു ഫിഷ് ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ.
ഈ സാധനം മെയിൻ ഘടകമാണ് ഇതിന്റെ. ഇല്ലെങ്കിൽ ആർട്ടിമിയ നമ്മൾ ഹാച്ച് ചെയ്യുക. ആർട്ടിമിയ ഹാച്ച് ചെയ്യാൻ പറഞ്ഞാൽ കോസ്റ്റ്ലി കൂടുതലാണ്. നമുക്ക് ഈ ഒരു മൊയിനെ ആകുമ്പോൾ നമുക്ക് ബജറ്റിൽ കുറച്ച് കമ്മിയാക്കിയിട്ട് നമുക്ക് ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇതില്ലാണ്ട് ഇത് കൾച്ചർ ചെയ്യാൻ അറിയാത്തവൻ ഫിഷ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ ഇത് നമ്മുടെ വെള്ളത്തിൽ സെറ്റ് ആയാലേ അവിടെ ഫിഷ് നിലനിൽക്കുള്ളൂ. അല്ല അപ്പൊ മൊയിനെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കാനുണ്ടോ? മൊയിന നമ്മൾ ഇവിടെ കൊടുക്കും. നമ്മൾ ഫിഷിന്റെ ഒപ്പം ആൾക്കാർ ചോദിക്കുന്നവർക്ക് കൾച്ചറിന് കൊടുക്കും. കൾച്ചറിന് 50 രൂപയായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് ഇത് കണ്ടമാനം ചെയ്യണം. ചെയ്താലേ കുഞ്ഞുങ്ങളെ ഒരു 15 ദിവസമെങ്കിലും മൊയിനെ മാത്രം കൊടുത്തിട്ടാണ് ഇത് വളർത്തിയെടുക്കുന്നത്. ഒരു പശുവിനെ വളർത്തുന്ന സമയത്ത് പുല്ല് വേണമെന്ന് പറഞ്ഞ മൊയിനല്ലാണ്ട് നമുക്ക് ഒരു ഗപ്പി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മെയിനായിട്ട് അത് വേണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആർട്ടിമിയ വേണം. നമ്മൾ എത്ര ഡ്രൈ ഫീഡ് കൊടുത്തിട്ടും നമുക്ക് കാര്യമില്ല. ഇതാണ് മെയിൻ. ഇല്ലെങ്കിൽ ഈ മൊയിന ഇല്ലെങ്കിൽ നമുക്ക് എന്താ ആർട്ടിമിയ ഹാച്ച് ചെയ്ത് കൊടുക്കും. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മൾ മുമ്പേ കൊടുത്തിരുന്നു, പിന്നെ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഫിഷിനൊക്കെ റേറ്റ് കമ്മിയാക്കിയതുകൊണ്ട് അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫിഷിന് ഒരു 500-600 രൂപ റേഞ്ചിൽ കൊടുക്കേണ്ടി. അതാണ് അതും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ സെയിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി തുടങ്ങുന്നുണ്ട് ഫുഡ് സെയിൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആർട്ടിമിയ ഫ്ലേക്ക്, പ്രിൻസുവിന്, ലാർവല്, അങ്ങനെ ഒരുവിധം ഫിഷിന്റെ പിന്നെ കവർ ഇതൊക്കെ നമ്മൾ സെയിൽ വരുന്നുണ്ട്. അടുത്തൊരു 6 മാസത്തിനുള്ളിൽ ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ സെറ്റ് ആവും. അപ്പൊ നമുക്ക് അതിൽ നല്ലൊരു വീഡിയോ നമുക്ക് അപ്പൊ ചെയ്യാം. ആയിക്കോട്ടെ, ശരി. ഓക്കെ, അപ്പൊ ഇത്രയും തിരക്കിനിടയിലും എന്താ പറയാ, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് കുറെ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പൊ അതിനൊരു വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുന്ന പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.